ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോണ ഒരു വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ വിഷു എന്ന് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കണിക്കൊന്നയാണ്. അപ്പോൾ ആ ഒരു കണിക്കൊന്നേനെ ഇത് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ കണിക്കൊന്ന ഒരു ഡ്രസ്സിൽ എങ്ങനെ കിടക്കും, എങ്ങനെ തയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതൊരു വൈറ്റ് ചുരിദാർ ടോപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ നെക്ക് പോർഷനിൽ ഷോൾഡറിൽ നിന്ന് ഒരു കൊല ഇങ്ങനെ കിടക്കുന്ന മാതിരിയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. കണിക്കൊന്നയുടെ പോലെ തന്നെ സെയിം കളർ കോമ്പിനേഷൻ, ലൈറ്റ് യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് ചൂസ് ചെയ്തേക്കുന്നത്. വൈറ്റിൻ്റെ അകത്ത് ലൈറ്റ് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണാം. ഈ ഡിസൈൻ ഇന്ന് നമ്മൾ തയ്ക്കുന്ന ഡിസൈൻ വീഡിയോയുടെ എൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു വൈറ്റ് ചുരിദാറിൻ്റെ നെക്കിൻ്റെ സൈഡിലാണ് ഈ ഡിസൈൻ വരച്ചു വെച്ചിരിക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ബ്രാഞ്ചസുമാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ സ്റ്റെംസ് എല്ലാം, ഈ ബ്രാഞ്ചസ് എല്ലാം നമ്മൾ തയ്ക്കുന്ന സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന ആങ്കർ ത്രെഡാണ്. ആങ്കർ ത്രെഡ് 245 ആണ് ത്രെഡ് നമ്പർ. 245 ആണ് ത്രെഡ് കോഡ് നമ്പർ. അതിൻ്റെ അകത്ത് 3 സ്ട്രാൻഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്ത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റെംസ് എല്ലാം സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവ്സ് തയ്ക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെംസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലീവ്സ് തയ്ക്കാം. ഈ സ്റ്റെംസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് ലീവ്സ് തയ്ക്കണം. അപ്പോൾ ലീവ്സ് തയ്ക്കാനായിട്ട് നമ്മൾ ലേസി ഡേസിയാണ് ചെയ്യുന്നത്. അതിനും ഈ 3 സ്ട്രാൻഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് തന്നെ ഈ ഒരു സ്റ്റെമ്മിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ, അതുകൊണ്ട് നമുക്ക് ഒത്തിരി അടിയിൽ കൂടെ വലിക്കാൻ പറ്റത്തില്ല. ഓരോ സ്റ്റെമ്മിൻ്റെ ലീവ്സ് തയ്ച്ചു കഴിഞ്ഞിട്ട് അവിടെ കെട്ടിയിട്ടിട്ട് വേണം അടുത്തേൽ പോകാൻ. അല്ലാണ്ട് ത്രെഡ് താഴത്തെ കൂടെ വലിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത് വൈറ്റ് മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് നല്ലോണം കാണും. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രാഞ്ചിൽ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ലീഫ് തയ്ക്കുകയാണ്. ഒത്തിരി വലുതായിട്ട് ലീവ്സ് തയ്ക്കരുത്. ലേസി ഡേസി എപ്പോഴും തയ്ക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ലീവ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് തയ്ക്കുന്നതാണ് എപ്പോഴും ഭംഗി. ഒത്തിരി നീളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നീളത്തിലെടുത്താൽ ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു വെറുതെ ഇരിക്കുന്ന കാണാനൊരു രസം ഉണ്ടാവില്ല. എപ്പോഴും കുഞ്ഞതായിട്ട് എടുക്കുക. 2 സൈഡും അപ്പുറം ഇപ്പുറം ഒരുമിച്ച് തന്നെ നമുക്ക് തയ്ച്ചു പോകാം. അതുപോലെ നമുക്ക് എല്ലാ ബ്രാഞ്ചസിലും ലേസി ഡേസി ലീവ്സ് വെച്ചിട്ട് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലീവ്സ് എല്ലാം ലേസി ഡേസി വെച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവേഴ്സാണ് തയ്ക്കുന്നത്. ഫ്ലവേഴ്സ് തയ്ക്കാനായിട്ട് ഞാൻ ആങ്കറിൻ്റെ കോഡ് നമ്പർ 290 ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് 6 സ്ട്രാൻഡ്സ് തന്നെ നമ്മൾ എടുക്കണം. അത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ എടുക്കുക നീളത്തിൽ. അപ്പോൾ നമുക്ക് എന്തോരം നീളമാണ് വേണ്ടതെന്ന് വെച്ച്, ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു നീളമാണ് വേണ്ടത്. അത്രയും നീളത്തിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ടേൺ ചെയ്ത് കുറേ വട്ടം എടുക്കുക. ഒരു 12 ടൈംസ് എങ്ങാലും എടുക്കുക. നമ്മുടെ ഫ്ലവറിന് എന്തോരം തിക്നെസ് വേണമെന്ന് വെച്ചാൽ അത്രയും തിക്നെസ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക ഇതുപോലെ. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഒരു നിങ്ങൾക്ക് തിക്നെസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ ഒരു 8 ടൈംസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന നൂലാണ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന നൂല്. അപ്പോൾ നിങ്ങളുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം തിക്കാവണോ അത്രയും ടൈംസ് ചെയ്യണം. ഒരു 12 ടൈംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും.
അപ്പം ഇങ്ങനെ എടുത്തിട്ട് അതേ സെയിം കളർ ത്രെഡ് നമ്മൾ എടുക്കുക. സെയിം കളർ ത്രെഡ് 1 സ്ട്രാൻഡ്സ് എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ആ സെയിം കളർ ത്രെഡ് 1 സ്ട്രാൻഡ് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പം അത് നമുക്ക് പൂവിൻ്റെ സൈസ് എന്തോരമാണ്. വലിയ സർക്കിളാണെങ്കിൽ ഇത് എടുക്കുന്നത് കുറച്ച് അധികം എടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ നമുക്കിത് ത്രെഡ് കെട്ടിടാം. ഇതുപോലെ. അപ്പം ഞാൻ ഈ ഒരു കുഞ്ഞ് ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ അത് കെട്ടിടാനായിട്ട് ഈ സെയിം കളർ ത്രെഡ് എടുത്തിട്ട് ഇതിന് ചുറ്റി ഒന്ന് കെട്ടിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് ചുറ്റുക. ഇത് ഇനി ഈ ഫ്ലവറിൻ്റെ വലുപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നീളത്തിൽ താത്തി വേണമെങ്കിൽ കെട്ടിട്ടാൽ മതി കേട്ടോ. നമ്മുടെ ഫ്ലവറിൻ്റെ മുഴുപ്പ് അനുസരിച്ചാണ് ഈ കെട്ടിടേണ്ടത്. അപ്പോൾ ഫ്ലവർ വലുതാണ് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഇറക്കി ഈ ഒരു ഡിസ്റ്റൻസിൽ വേണം ഈ കെട്ടിടാൻ. ഇതുപോലെ കെട്ടിടുക. ചുമ്മാ നമ്മൾ സാധാ കെട്ടണ പോലെ കടും കെട്ടിട്ട് വെക്കുക, ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തോരം ലെങ്ത്താണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് തന്നെ ഇപ്പറേയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള നൂല് നമുക്ക് നീണ്ടിരിക്കുന്നത് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഇവിടെ എന്തോരം നീളമുണ്ട് അത്ര നീളം വെച്ച് ഇവിടെ ഇങ്ങോട്ടും വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. നമുക്കിങ്ങനെ ഒരു ഇത് ത്രെഡ് ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എത്ര ഫ്ലവേഴ്സ് വേണം അത്രയും ഫ്ലവേഴ്സ് ഇതുപോലെ ഈ ത്രെഡിൽ ഇങ്ങനെ കെട്ടിട്ട് കട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സൂചി വെച്ച് വേണമെങ്കിൽ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ചീപ്പ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചീവി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ 6 സ്ട്രാൻഡ്സ് ആയിട്ടിരിക്കുന്നത് വിട്ട് വിട്ട് കിട്ടും. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിങ്ങനെ 2 സൈഡിൽ നിന്ന് നല്ലോണം ഇത് ചീപ്പ് വെച്ച് ചീവുക. അപ്പോൾ എല്ലാ 6 സ്ട്രാൻഡ്സും എല്ലാ നമ്മൾ എത്ര വട്ടം ചുറ്റിയിട്ടുണ്ടോ ആ ചുറ്റിയതിൻ്റെ എല്ലാത്തിൻ്റെയും 6 സ്ട്രാൻഡ്സ് വിട്ട് ഇങ്ങനെ വിട്ട് ഒറ്റയായിട്ട് ഇരിക്കണം. അത് സൂചി നമ്മൾ ഉപയോഗിക്കുന്ന നീഡിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. അതിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കിട്ടുന്നത് ഇങ്ങനെ ഒരു ചീപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ലോണം ഇത് വെട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പം നമ്മളിവിടെയാണല്ലോ കെട്ടിട്ടേക്കണത്. അപ്പം ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചീവി നേരെ ആക്കുക. ഇപ്പോൾ നല്ലോണം വിട്ട് എല്ലാ ത്രെഡിൻ്റെ എല്ലാ ഇതും വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഷേപ്പിൽ ഇതിപ്പോൾ നമ്മുടെ ഷേപ്പിലല്ല ഇരിക്കുന്നത്. നമ്മുടെ ആ സർക്കിളൊന്ന് നേരെയാക്കി കട്ട് ചെയ്തെടുക്കുക. നീണ്ടിരിക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പെർഫെക്റ്റ് സർക്കിളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതന്നേരം ട്രിം ചെയ്യാൻ നേരത്ത് നമ്മൾ തയ്ക്കുന്ന തുണിയുടെ മേളിൽ വെച്ച് ട്രിം ചെയ്യാണ്ട് ഒരു പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ട്രിം ചെയ്യുവാണെങ്കിൽ നമ്മുടെ തുണിയിലാവാണ്ട് നോക്കാം. ഇപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ചെയ്യണത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഇങ്ങനെ അതിൻ്റെ ആ ഓരോ പൂടയായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ട്രിം ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രിം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലവർ തുണിയിലോട്ട് പിടിപ്പിക്കാം. ട്രിം ചെയ്തിരിക്കുന്ന ആ ഫ്ലവർ നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് 2 സ്ട്രാൻഡ്സ് സെയിം കളർ ത്രെഡ് 2 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. അത് അടിയിൽ കൂടെ നമ്മൾ പൊക്കിയെടുക്കുക ഈ സെൻറ്ററിലായിട്ട്. അപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ വിട്ടുപോകും. സെൻറ്ററിൽ നിന്ന് എടുക്കുക, എന്നിട്ട് നമ്മളത് വെച്ച് പിടിപ്പിക്കുകയാണ്.
ഇതുപോലെ നമ്മൾ ഒന്ന് 2-3 വട്ടം ഇതുപോലെ ഒന്ന് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതിപ്പം ഇങ്ങനെ ഒരേ ത്രെഡും വിടിയിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇതുപോലെ ഒന്നോടെ 2-3 വട്ടം ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് അത് ശരിക്കും ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കിതിങ്ങനെ ഫിക്സ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കെട്ടിയിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ചീപ്പ് വെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ട്രിം ചെയ്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഇവിടെ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ ട്രിം ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കുക. 1-2 വട്ടം ഇതുപോലെ തയ്ച്ചാൽ മതി. അപ്പോൾ ഫിക്സ് ആയി എടുക്കും. പിന്നെ ഇനിയിപ്പോൾ അതിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആദ്യം പിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ തയ്ച്ചാൽ മതി. അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടോപ്പിൻ്റെ വർക്ക് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്കിൻ്റെ ഒരു പോർഷനിൽ മാത്രമേ വർക്കുള്ളൂ. റൈറ്റ് സൈഡിലായിട്ട് ഇതിലേക്കൂടെ നെക്ക് പോർഷൻ കട്ട് ചെയ്ത് പോകും. ഇവിടം വരെയാണ് ഡെപ്ത്ത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പോംപോംസ് പോർത്തിങ് ഇങ്ങനത്തെ ഫ്ലവേഴ്സ്, യെല്ലോ ഫ്ലവേഴ്സ് സ്ലീവിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ, അതല്ല എന്നുണ്ടെങ്കിൽ ബോഡിയിൽ സ്കാറ്റർ ചെയ്ത് വേണമെങ്കിലും തയ്ക്കാം. ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു നെക്ക് പോർഷനാണ്. എംബ്രോയ്ഡറി ആണ് നെക്കിൻ്റെ സൈഡിൽ മാത്രം. അപ്പോൾ എല്ലാവരും ഈ വിഷുവിന് ഇങ്ങനത്തെ ഈ ഒരു നെക്ക് ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.